ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും വിളക്ക് കൊളുത്തുന്ന വീഡിയോ ഒന്നും ഇല്ല. വിളക്ക് കൊളുത്താത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. 4:45 എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി 1 മണിക്കൂർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെ ജോലി ചെയ്യുമായിരുന്നല്ലോ. ഇപ്പം കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഇപ്പോൾ 6 മണിക്കാണ് എണീക്കുന്നത്. പിന്നെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് കാപ്പി ചെയ്യുന്നത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് അത് നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമമുണ്ടാകുന്നത്. ശരിയല്ലേ? അത് നമ്മളൊരാൾക്ക് ഒരു സഹായം ചെയ്യുന്നത് മാത്രമല്ല, നമ്മളൊരാളെ സ്നേഹിക്കുക. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. സ്നേഹം നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ അവരെ സ്നേഹിക്കണം. അഥവാ നമ്മളത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിലാണ് പിന്നെ നമ്മൾക്കത് വിഷമമുണ്ടാക്കുന്നത്. അതിപ്പം സഹോദരങ്ങളായാലും ഭർത്താവായാലും മക്കളായാലും അച്ഛനമ്മമാരായാലും എല്ലാവരോടും നമ്മൾ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറണം. പക്ഷെ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കുക വേണ്ട. അങ്ങനെ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് കിട്ടാതിരിക്കുമ്പോഴാണ് പിന്നെ മനസ്സിന് വിഷമം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട കടമകളും നമ്മൾ സ്നേഹമായാലും അതെല്ലാം ചെയ്യുക. പക്ഷെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ സ്നേഹിച്ചാലും നമ്മളെ തിരിച്ച് സ്നേഹിക്കുമെന്നും അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുമെന്നോ ഒരു പ്രതീക്ഷയും കൂടാതെ സ്നേഹിക്കുന്നത് അത് നമ്മളുടെ മക്കളെ മാത്രമായിരിക്കും. ഒരമ്മയ്ക്ക് കുഞ്ഞുനാൾ മുതൽ അവൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളർത്തി വലുതാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരൊരു ഉയർന്ന നിലയിലെത്തിയതിന് ശേഷം അവർ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അമ്മമാർ വയ്ക്കാറുണ്ട് മിക്കവാറും എല്ലാവരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് ഈ ജനറേഷനിലെ അമ്മമാർക്ക് ഉള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇന്ന് അവർക്ക് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള സമയമില്ല. സ്വന്തം കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ചെയ്യാത്ത ഒരു ജനറേഷനാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അവർ എങ്ങനെയാണ് അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഓരോ ജനറേഷനിലെയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപുള്ള ജനറേഷനിലുള്ള അച്ഛനമ്മമാരെ ശരിക്കും മക്കൾമാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ജനറേഷനിൽ അവർക്കതിന് സാധിക്കുന്നേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ജനറേഷനിലെ മക്കൾമാർ ആരായാലും അവർ സ്വാർത്ഥരായി തീർന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അവരുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരു ജനറേഷനാണ് ഇന്നുള്ളത്.